സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചർച്ചയ്ക്ക് സാധ്യതകളുണ്ടോ? UDF കോൺഗ്രസ് അദ്ദേഹവുമായി ചർച്ച ചെയ്യാനുള്ള ഏതെങ്കിലും സാധ്യത? അക്കാര്യത്തെ കുറിച്ച് ഇന്നലെ ഞാൻ എന്റെ പ്രതികരണം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും പറയാനില്ല. അല്ല, എന്താണ് ആ പ്രശ്നം പരിഹരിക്കേണ്ടത്? അല്ല, അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യം. എന്താ എന്തെങ്കിലും ഫോർമുല ഉണ്ടോ? അല്ല, ശ്രമം ആർക്കും നടത്താമല്ലോ. കാരണം ആ ശ്രമം നടത്തുമ്പോൾ അതല്ല ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്, സ്വന്തം കർമ്മങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഫലമുണ്ടാകുക എന്നുള്ളത് കാത്തിരുന്ന് കാണുക. ജനങ്ങൾ വിഡ്ഢികളല്ല. കാരണം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല. ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല. ഇതെല്ലാം ചെയ്തത് CPM-ഉം ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് തൊട്ടു മുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യമില്ല. എത്ര ചോദിച്ചിട്ട് ഞാൻ ഇതിനപ്പുറത്ത് അതിനകത്ത് ഇന്നലെ പറയേണ്ടത് പറഞ്ഞു. ഇന്നലെ പറയേണ്ടത് ഞാൻ പറഞ്ഞു. ആ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ പ്രതികരണം പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു സംശയമുള്ളത് ഞാൻ ഇപ്പോൾ പറയാൻ പാടും. SIR ഇന്ത്യ തലത്തിലെല്ലാം കോൺഗ്രസും CPM-ഉം ഇന്ത്യ കക്ഷികളെല്ലാം എതിർക്കുന്ന ഒന്നാണ്. SIR തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നത്. അതിൽ പ്രതികരിക്കാത്ത ഒരേ ഒരാളേ ഉള്ളൂ. കേരളത്തിലെ ഇന്ത്യയിലത്തെ എല്ലാ ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാരും പ്രതികരിച്ചിട്ടുണ്ട്. SIR-ൽ പ്രതികരിക്കാത്ത ഒറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ, നമ്മുടെ കേരള മുഖ്യമന്ത്രി. അവരുടെ പാർട്ടി പ്രതികരിച്ചിട്ടുണ്ട്, ഞാൻ ഉറപ്പിച്ച് പറയാം. പക്ഷേ മറ്റു മുഖ്യമന്ത്രിമാർ, സ്റ്റാലിനായാലും ഹേമന്ത് സോറനായാലും മമതാ ബാനർജി ആയാലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായാലും അവരെല്ലാം ഇതിൻ്റെ സമരത്തിൽ മുന്നോട്ട് വന്നവരാണ്. SIR-നെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതിലൊന്നും ഒരക്ഷരം മിണ്ടാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ കേരളത്തിൻ്റെ SIR-ന്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായം പറയുന്നതിൻ്റെ വൈരുദ്ധ്യമാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. അത് ക്ലിയർ ആയിട്ടില്ല ഇരട്ടത്താപ്പ്. ഒരു കാര്യം, ഈ പുനഃസംഘടനയുടെ കാര്യം എന്തായി? ഈ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി. ഇപ്പോൾ KPCC പ്രസിഡന്റിനെ അത് നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിക്കുക. AICC അല്ലേ തീരുമാനം അല്ലല്ല, തീരുമാനം എടുക്കുന്നത് കേരളത്തിലെ പുനഃസംഘടന KPCC പ്രസിഡന്റ് മുതൽ മുകളിലോട്ട് പുനഃസംഘടന AICC-യുടെ ചുമതലയാണ്. മറ്റു പുനഃസംഘടനകൾ നടത്തേണ്ടത് കേരളത്തിലെ നേതൃത്വം ഒന്നിച്ചിരുന്ന് അവർ നിർദ്ദേശങ്ങൾ തന്നാൽ ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ കേരളത്തിലൊരു കമ്മിറ്റി ഉണ്ട്, DCC പ്രസിഡന്റുമാരുണ്ട്, അവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ പേരെ പുനഃസംഘടിപ്പിക്കുന്നതിന് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നടപ്പാക്കപ്പെടും. അതിനൊരു സമയപരിധിയൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാവും. അല്ല, അതൊരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ്, സുരേഷ് ഗോപിയുടെ അല്ല. ഒരു കേന്ദ്രമന്ത്രി, നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് ആലപ്പുഴയിൽ എയിംസ് വേണം. അപ്പോൾ അത് സ്വാഗതാർഹമായ കാര്യമാണെന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധിയുടെ MP എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു. കാരണം കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് കേരളത്തിനൊരു എയിംസിന് വേണ്ടി കേരളം കരഞ്ഞു കാത്തിരിക്കുകയാണ്. ഇതുപോലെ വിവേചനം മറ്റൊരു സംസ്ഥാനത്തിനും കേന്ദ്രം നൽകിയിട്ടില്ല. 11 വർഷക്കാലം അവർ എത്ര എയിംസ് കൊടുത്തു? അവിടെയൊന്നും കേരളത്തിന് അവസരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പാർലമെന്റിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നത്തെ ആരോഗ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയുമായ നഡ്ഡ മറുപടി പറഞ്ഞിട്ടുണ്ട്, എയിംസ് കേരളത്തിന് അനുവദിച്ചിരിക്കും. പക്ഷെ ഇന്ന് വരെ അനുവദിച്ചില്ല. സത്യത്തിൽ അത് വാഗ്ദാന ലംഘനമാണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ആലപ്പുഴയിൽ അനുവദിക്കേണ്ടതാണ്, അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങാൻ പോവാണ്. സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പോൾ കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തേണ്ടത്, അദ്ദേഹം മുന്നോട്ട് വന്നാൽ അതിന് എല്ലാ പിന്തുണയും ഞങ്ങളെല്ലാം കൊടുക്കും. അവിടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലമുണ്ട്, അത് നടത്തണം. നമുക്ക് കേരളത്തിൽ എവിടെയായാലും എയിംസ് വേണം. ആലപ്പുഴയിലാണ് എയിംസ് എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ മിനുവിനറിയാലോ, പാവപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥലമാണത്. ഒരു സ്ഥലമുണ്ട്. സ്വകാര്യ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി ഇല്ലാത്തൊരു ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒറ്റ ജില്ലയാണ്. അപ്പോൾ മെഡിക്കൽ സൗകര്യങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ജില്ലയാണ്. നല്ല കാര്യം, നമ്മളെല്ലാ സഹകരണവും കൊടുക്കും. പബ്ലിക്കായ സ്ഥലമുണ്ട് അവിടെ, ഗവൺമെൻറ് വിചാരിച്ചാൽ തന്നെ സ്ഥലം കൊടുക്കാൻ പറ്റും. അക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് അദ്ദേഹം കൂടുതൽ ശക്തമായിട്ട് ഉന്നയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.